ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജില്ലയുടെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. LDCയുടെ സെപ്റ്റംബർ 7 നടന്ന LDC എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീയാണ്. ഡിലീഷൻ 3 ഉണ്ട്, ചേഞ്ചും 3 ഉണ്ട്. നമുക്ക് നോക്കാം. താഴെ പറയുന്നവർ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്? ടി. സുനന്ദാമ്മ. വന്ദേ മാതരം ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉറുദു പത്രം. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇതാരുടെ വാക്കുകൾ? ജോൺ ലോക്ക്. സന്യാത് സെന്നിൻ്റെ തത്വങ്ങൾ ഏവ? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. 1, 2, 3. ഓപ്ഷൻ സി. UN ഇപ്പോൾ എത്ര അംഗങ്ങളാണുള്ളത്? 193. UN ഇപ്പോൾ 193 അംഗങ്ങളാണുള്ളത്. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? നാങ്കിങ് ഉടമ്പടി. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി നാങ്കിങ് ഉടമ്പടി. ഹോയ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്? എ. സൂര്യനും ഭൂമിയും അടുത്തടുത്തായി. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത. ഓപ്ഷൻ ഡി. റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ടിംഗ് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? സി. ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ്. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? അത് ചേഞ്ച് ഉണ്ട്. കാക്കിനഡ, പുതുച്ചേരി. നേരത്തെ തെറ്റായിട്ടാണ് തന്നിരുന്നത്. ഓപ്ഷൻ ബി കാക്കിനഡ, പുതുച്ചേരി. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ് 66.5 ഡിഗ്രി. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ് 66.5 ഡിഗ്രി. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത്? ദേശീയ കുടുംബാരോഗ്യ സർവേ. ഓപ്ഷൻ സി. ഉദാരവൽക്കരണ നയത്തിൻ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ? ബി ആണ്. വ്യാവസായിക ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ. ഉദാരവൽക്കരണ നയത്തിൻ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ, വ്യാവസായിക ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര കാലയളവിലാണ്? ചേഞ്ച് ഉണ്ട്. ഓപ്ഷൻ സി 3-ാം പഞ്ചവത്സര പദ്ധതി. ഇതാണ് ചേഞ്ച് ആയിട്ടുള്ള ആൻസറാണ് വന്നിരിക്കുന്നത്. 3-ാം പഞ്ചവത്സര പദ്ധതി. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണിയിൽ ശരിയായതേത്? സി ആണ്. മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. താഴെ പറയുന്നതിൽ നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തതേത്? ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഓപ്ഷൻ എ. ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കായി മാറിയത്? ബാങ്ക് ഓഫ് ബറോഡ. ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ 2ാമത്തെ വലിയ ബാങ്കായി മാറിയത്? ബാങ്ക് ഓഫ് ബറോഡ. ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി സംരംഭം ലക്ഷ്യമിടുന്നത്? ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ആ രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്രമേഖല. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടാനാവാത്തത്?
ജനാധിപത്യം. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടാനാവാത്തത് ജനാധിപത്യം. താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽപ്പെടുന്നത് ഏതൊക്കെ? ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഓപ്ഷൻ ഡി. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? കാര്യനിർവഹണ വിഭാഗം. ഓപ്ഷൻ ബി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? 2, 3, 4 ആണ് വരുന്നത്. രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. രാജ്യസഭാംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭാ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. ഇത് 3 തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് 2, 3, 4 മാത്രം. ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെൻറ്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? സഹമന്ത്രി. ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെൻറ്റിൽ സഹമന്ത്രി സ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏത്? ജസ്റ്റിസ് ഹരിലാൽ കനിയായിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണിത്. ഓപ്ഷൻ സി. ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ്? ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. താഴെ പറയുന്നവരിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ജനനി ജന്മരക്ഷ. പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നതാണ് ജനനി ജന്മരക്ഷ എന്ന പദ്ധതിയിലൂടെ. കല്ലേൽ പുക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? കണ്ടൽക്കാടുകളുടെ സംരക്ഷണം. ഓപ്ഷൻ ബി. കല്ലേൽ പുക്കുടൻ കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ? ശ്രീ പിണറായി വിജയൻ. ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ശ്രീ പിണറായി വിജയൻ. 31ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത്? ബി. സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കുക. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? കുടുംബശ്രീ. ഒന്നായി മുന്നേറാം കുടുംബശ്രീയുടെ ലോഗോയോടൊപ്പമാണ് കാണപ്പെടുന്നത്. മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീര തുലനനില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്? പാർക്കിൻസൺസ്. പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ശരീരത്തിൻ്റെ വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീര തുലനനില നഷ്ടമാകുക. മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേക്ഷണത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. താഴെ പറയുന്നത് തൊഴിൽജന്യ രോഗം അല്ലാത്തതേത്? സോറിയാസിസ്. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെ? മോണോസൈറ്റ്, ന്യൂട്രോഫിൽ. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാർസൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ്. സ്ഥൂലധാതുക്കൾ ഏതൊക്കെ? കാൽസ്യം, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം. കാൽസ്യം, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം. സ്ഥൂലധാതുക്കൾ കാൽസ്യം, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം. ഓപ്ഷൻ എ. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വരുന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹപൂർവ്വം. പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് അറ്റ്പാടി.
പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? NIIMH ഹൈദരാബാദ്. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനാണ് നിയോഗിച്ചത്? NIIMH ഹൈദരാബാദ്. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് വിസരണം. പ്രകാശരശ്മി ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് വിസരണം. ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏത്? ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം പാസ്കൽസ് നിയമം. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏത്? വന്ദേ ഭാരത് എക്സ്പ്രസ്. ട്രെയിൻ 18 വന്ദേ ഭാരത് എക്സ്പ്രസ്. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രം. ആധുനിക ആവർത്തനിക പട്ടികയിലെ ആറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിൻ്റെ പേര് ഒഗ്നസോൺ. അറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ മൂലകം ഒഗ്നസോൺ. ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വ റേജിയ ലഭിക്കുന്നത്? B 1HNO3 3HCl. ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. ഹെൻറി മോസ്ലി അറ്റോമിക് നമ്പർ, മെൻഡലിയഫ് അറ്റോമിക മാസ്, ന്യൂലാൻഡ്സ് അഷ്ടക നിയമം, ഡോബറൈനർ ത്രികങ്ങൾ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഹെൻറി മോസ്ലി അറ്റോമിക് നമ്പർ, മെൻഡലിയഫ് അറ്റോമിക് മാസ്, ന്യൂലാൻഡ്സ് അഷ്ടക നിയമം, ഡോബറൈനർ ത്രികങ്ങൾ. ഓപ്ഷൻ ഡി. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏത്? ക്രോമിയം. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ക്രോമിയം. താഴെ കൊടുത്തിരിക്കുന്ന ഗ്രാഫിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത്? ബോയിൽ നിയമം അനുസരിക്കാത്തത് ഇത് ഡി ആണ്. താഴെ നൽകിയിരിക്കുന്നതിൽ എസ് കെ പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത്? വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദീപി, എൻ്റെ വഴിയമ്പലങ്ങൾ. ഓപ്ഷൻ എ. ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ്ണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം 87.58 മീറ്റർ. ഗബ്രിയൽ ഗാർസിയ മാർക്കേസിൻ്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവൽ അൺടിൽ ഓഗസ്റ്റ്. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കർ പുരസ്കാരം ലഭിച്ച ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. നന്മകൾ കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ചത് അയ്യപ്പ പണിക്കർ. നന്മകൾ കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ചത് അയ്യപ്പ പണിക്കർ. രചയിതാക്കളെയും രചനകളെയും ചേരുംപടി ചേർക്കുക. രാമപുരത്ത് വാര്യർ, കുചേലവൃത്തം, കുഞ്ചൻ നമ്പ്യാർ, ഘോഷയാത്ര, സുഭാഷ് ചന്ദ്രൻ, പർദീസ നഷ്ടം, കാളിദാസൻ, ഋതുസംഹാരം. ഓപ്ഷൻ എ ആണ് വരുന്നത്. രാമപുരത്ത് വാര്യർ, കുചേലവൃത്തം, കുഞ്ചൻ നമ്പ്യാർ, ഘോഷയാത്ര, സുഭാഷ് ചന്ദ്രൻ, പർദീസ നഷ്ടം, കാളിദാസൻ, ഋതുസംഹാരം. ഓപ്ഷൻ എ. ഒരു നെറ്റ്വർക്കിൽ ഹബിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏത്?
ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ളൊരു എളുപ്പമാർഗ്ഗമാണ് ഫങ്ഷൻസ്. ഒരു വയർലെസ് റൗട്ടറിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്നവ ഏത് ഉപകരണമാണ് സഹായിക്കുക? വയർലെസ് റിപ്പീറ്റർ. ഒരു പോയിൻറ്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണമേത്? മൗസ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏത്? ഗൂഗിൾ ക്രോം. ബി. പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഡി. വിഭാഗം 14. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും. DV നിയമത്തിൻ്റെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത്? വിഭാഗം 3. ഏത് നിയമപ്രകാരമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ സ്ഥാപിച്ചത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷൻ ചുമത്താവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? 25,000 രൂപ. 69th ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. 17th ക്വസ്റ്റ്യൻ. ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത്? 70th ക്വസ്റ്റ്യൻ. ഡി. മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാകാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക. രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ്. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിൻ്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക. മൂന്ന് പെൻസിലിനും 4 പേനയ്ക്കും കൂടി 66 രൂപ വില. 6 പെൻസിലിനും 3 പേനയ്ക്കുമാണെങ്കിൽ 72 രൂപയെങ്കിൽ ഒരു പേനയുടെ വില എത്ര? 12 രൂപ. തീവണ്ടിയിൽ 360 km/h ദൂരം യാത്ര ചെയ്യാൻ 4 മണിക്കൂർ 30 മിനിറ്റ് എടുത്തു എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗം 80 km/h. താഴെ തന്നിരിക്കുന്നവയിൽ ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുത് 2/1. വീടിന് ചായം തേക്കുമ്പോൾ 24 ലിറ്റർ ചായത്തിൻ്റെ കൂടെ 3 ലിറ്റർ ടർപ്പൻറ്റൈനാണ് ചേർത്തത്. 32 ലിറ്റർ ചായത്തിൻ്റെ കൂടെ എത്ര ലിറ്റർ ടർപ്പൻറ്റൈൻ ചേർക്കണം? ബി ആണ്, 4 ലിറ്റർ. 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. എന്നാൽ രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 75. ആൻസർ സി ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 10 75C. ഉചിതമായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. മാർക്ക് PDUN സ്കോർ VFRU. ഒറ്റയാനെ കണ്ടെത്തുക. 2, 3, 4, 5. ഒറ്റയാൻ ഏതാണ്? 77th C. 4. 2 സംഖ്യകൾ ആദ്യത്തേത് രണ്ടാമത്തിൻ്റെ 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക 96 ആയാൽ ചെറിയ സംഖ്യ ഏത്? A. 16. ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് 300 മീറ്റർ തെക്കോട്ട് നടന്നു. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ പോയ ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിച്ച് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നാൽ അയാൾ വീട്ടിൽ നിന്നും ഏത് ദിശയിൽ എത്ര അകലെയാണ്? 500 മീറ്റർ തെക്ക്. ക്ലോക്കിൻ്റെ സമയം 5:10 ആയാൽ പ്രതിബിംബത്തിൻ്റെ സമയം എത്രയായിരിക്കും? 6:50. He came early. Question tag. Didn't he? If I prepared well, I dash the project. Would complete. One of my friends dashed with me yesterday. A. Was. I am sure that somebody was spying dash us. Spying on. They said we arrived late. Change the speech. They said that they had arrived late. Option C.
Which is a synonym for the word resemblance? Similarity. Option A. Identify the meaning of the idiom a piece of cake. Very easy task. A group of monkeys is called D. Troop of monkeys. The fear of the dark is known as nyctophobia. Write the one word substitute for the art related to decorative and beautiful handwriting. 19th question. Answer B. Calligraphy. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒറ്റപ്പദം എഴുതുക. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ തിരു പ്ലസ് അടി. കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നും രണ്ടും ശരിയാണ്. വഞ്ചിക്കുക, ഉയർച്ച തടയുക. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നതിൽ ഏതാണ്? വൈദ്യർ. താഴെ കൊടുത്തിരിക്കുന്നത് തെറ്റായ പദം ഏത്? ആദരാഞ്ജലി. പ്രാചീനം. വിപരീത പദം അർവാചീനം. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം നിധനം. വിഗ്രഹാർത്ഥം എഴുതുക. പാദപങ്കജം, പാദമാകുന്ന പങ്കജം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന ആശയം ലഭിക്കുന്ന ചൊല്ല് താഴെ പറയുന്നതിന് എടുത്തെഴുതുക. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. ചേർത്ത് എഴുതുക. കടൽ പ്ലസ് പുറം, കടപ്പുറം. ഓപ്ഷൻ സി. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്.